UDF ഇത്തവണ അധികാരത്തിൽ വന്നില്ലെങ്കിൽ UDF എന്നുള്ള ഈ സിസ്റ്റം തകർന്നു പോകും എന്നുള്ളതാണ്. കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ ബാധ്യസ്ഥനായിരുന്ന തോമസ് മാഷ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ കൂടെ ഇല്ല. മാത്രമല്ല, കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് തോമസ് മാഷ്. UDF സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഘടകകക്ഷികളെല്ലാം വിട്ടുപോകാനും സാധ്യതയുള്ളൂ. ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പൊക്കെ ഇല്ലാതായി പോകും. കേരളത്തിൽ യഥാർത്ഥത്തിൽ ഇല്ലാതായി പോകേണ്ട ചില പാർട്ടികളുണ്ട്, ആ പാർട്ടികളൊക്കെ ഇല്ലാതായി പോകും. പക്ഷേ UDF എന്ന സംവിധാനം തകർന്നു പോയാൽ ലീഗിന് പെട്ടെന്ന് CPM-ന്റെ കൂടെ അല്ലെ LDF-ന്റെ കൂടെ പോകാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് നിലവിൽ പറ്റില്ല എന്നുള്ളതാണ്. നമസ്കാരം. UDF അധികാരത്തിൽ വരാതിരുന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് പോകേണ്ടതുണ്ട്. ഇന്നിപ്പോൾ KV തോമസ് മുൻ MP-യും മന്ത്രിയൊക്കെ ആയിട്ടുള്ള കോൺഗ്രസ് നേതാവൊക്കെ ആയിട്ടുള്ള ഇപ്പോഴും കോൺഗ്രസ്സുകാരനാണെന്ന് പറയുന്ന KV തോമസ് മാഷൊക്കെ പറഞ്ഞിരിക്കുന്നത് UDF അധികാരത്തിൽ വരാതിരുന്നു കഴിഞ്ഞാൽ UDF പിരിച്ചു വിടേണ്ടി വരും, അല്ലെങ്കിൽ പിരിഞ്ഞു പൊയ്ക്കൊള്ളും എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായിരിക്കും കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടില്ല എങ്കിൽ? കാരണം ഇപ്പം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന നറേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും 85 സീറ്റ് നേടി UDF അധികാരത്തിൽ വരുമെന്നുള്ളതാണ്. എനിക്ക് അഭിപ്രായമില്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറയുന്നു. കാരണം ഞാനിപ്പോഴും വിശ്വസിക്കുന്ന 78 സീറ്റോടുകൂടി LDF അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിലാണ്. അതിൽ ഞാൻ അടിയുറച്ച് നിൽക്കുകയും ചെയ്യുന്നു. UDF അധികാരത്തിൽ വന്നാൽ തന്നെ അത് 72-75 സീറ്റിനപ്പുറത്തേക്ക് പോകില്ല എന്നുള്ളതും വ്യക്തമായൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ വെച്ച് പരിശോധിക്കുന്ന സമയത്ത് UDF അധികാരത്തിൽ വരാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ കോൺഗ്രസിന് എന്ത് സംഭവിക്കും, മുസ്ലിം ലീഗിന് എന്ത് സംഭവിക്കും, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. UDF ഇത്തവണ അധികാരത്തിൽ വന്നില്ലെങ്കിൽ UDF എന്നുള്ള ഈ സിസ്റ്റം തകർന്നു പോകും എന്നുള്ളതാണ്. കാരണം UDF-ൽ ഘടകകക്ഷികളെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നത് നമുക്ക് കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലില്ല എന്നുള്ളത് വലിയ ഒരു സത്യമാണ്. പക്ഷേ ഈ ടേമിൽ 10-ാം വർഷം കഴിഞ്ഞുള്ള ടേമിൽ അധികാരത്തിൽ വരാൻ പറ്റും എന്നുള്ള വലിയ ആത്മവിശ്വാസത്തിലാണ് മുസ്ലിം ലീഗ് ഉള്ളത്. അതുപോലെ തന്നെ എല്ലാ ഘടകകക്ഷികളും, വളരെ ചെറുതും വലുതുമായ എല്ലാ ഘടകകക്ഷികളും അധികാരത്തിൽ തിരിച്ചെത്താൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ്. അതുപോലെ തന്നെ കോൺഗ്രസിലെ നേതാക്കന്മാരും അധികാരത്തിൽ തിരിച്ചെത്താൻ പറ്റുമെന്നുള്ള വലിയ ആത്മവിശ്വാസത്തിലാണ്. അതുകൊണ്ടാണല്ലോ ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്നത്. 3 മുഖ്യമന്ത്രിമാർ ഇപ്പം തന്നെ ആയിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ 4ാമത്തെ മുഖ്യമന്ത്രി ആയിട്ട് ഇന്ന് പുതിയൊരാളുടെ ഒരു പേര് ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ കൊടിക്കുന്നിൽ സുരേഷ് ആവട്ടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ തിരുവഞ്ചൂർ മുഖ്യമന്ത്രിയായാൽ എന്താ എന്ന് പറയുന്ന ഒരു ചോദ്യവും കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ 10 ദിവസം മാത്രമേ വോട്ടെണ്ണാനുള്ളൂ. 10 ദിവസം കഴിയുമ്പോഴേക്ക് യഥാർത്ഥത്തിൽ ആരായിരിക്കും മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആരായിരിക്കും ഭരിക്കുക എന്നതിനെ കുറിച്ചുള്ളൊരു ഏകദേശ ധാരണ നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞു. പക്ഷേ നമ്മളിൽ വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് UDF സംവിധാനം ഈ നിലനിൽക്കണമെങ്കിൽ ഇത്തവണ അധികാരത്തിൽ വരണം എന്ന് തന്നെയാണ്. കാരണം ലീഗിനെ പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് അധികാരമില്ലാതെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലമായി ലീഗിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കഴിഞ്ഞ 10 വർഷക്കാലം അധികാരമില്ലാതെ നിലനിൽക്കേണ്ടി വരുന്നത്. അപ്പോൾ ലീഗിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അധികാരവുമായി ബന്ധപ്പെട്ടാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്ത് സംഭവിക്കും എന്നുള്ള ചോദ്യത്തിന് തോമസ് മാഷ് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. കാരണം ഈ UDF സംവിധാനത്തിൻ്റെ എല്ലാ സുഖവും അതിൻ്റെ സൗന്ദര്യവും ഒക്കെ ആസ്വദിക്കുകയും അതിൻ്റെ സൗകര്യങ്ങളൊക്കെ കൃത്യമായി ആസ്വദിക്കുകയും ഭരണത്തിൽ പങ്കാളിയൊക്കെ ആയിരുന്ന മാഷ് ഇവിടെ കേരളത്തിൽ അദ്ദേഹം മന്ത്രിയായിരുന്നു, MLA ആയിരുന്നു, പിന്നീട് അദ്ദേഹം MP ആവുന്നു, പിന്നീട് ദീർഘകാലം കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്ന തോമസ് മാഷ് ഒരിക്കലും അത്തരത്തിൽ പറയാൻ പാടില്ല. കാരണം കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ ബാധ്യസ്ഥനായിരുന്ന തോമസ് മാഷ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ കൂടെ ഇല്ല. മാത്രമല്ല, കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് തോമസ് മാഷ്. പക്ഷേ അത് തോമസ് മാഷ് പറഞ്ഞതല്ല വിഷയം. അങ്ങനെ സംഭവിച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് ശരിക്കും തകർന്നു പോകും. വെറുതെ പറയല്ല, തകർന്നു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം മറ്റൊന്നുമല്ല, കോൺഗ്രസ്സിന് ഇനിയും അധികാരത്തിൽ വരാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ്സിൽ അനൈക്യമാണ് എന്നുള്ള വലിയ തരത്തിലുള്ള ചർച്ചകൾ വരും, പരാതികൾ വരും, ആരോപണങ്ങൾ വരും. പല നേതാക്കന്മാർക്കെതിരെയും ചേരിതിരിഞ്ഞ് ആക്രമിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. കോൺഗ്രസിലെ എല്ലാ നേതാക്കന്മാരും പരസ്പരം ചെളിവാരി എറിയുന്ന ഒരു അവസ്ഥയിലേക്കാണ് പിന്നീട് കോൺഗ്രസ് പോവുക. UDF സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഘടകകക്ഷികളെല്ലാം വിട്ടുപോകാനും സാധ്യതയുള്ളൂ. ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പൊക്കെ ഇല്ലാതായി പോകും. കേരളത്തിൽ യഥാർത്ഥത്തിൽ ഇല്ലാതായി പോകേണ്ട ചില പാർട്ടികളുണ്ട്, ആ പാർട്ടികളൊക്കെ ഇല്ലാതായി പോകും. അപ്പം മറ്റു ചില പാർട്ടികൾ മുന്നണി മാറുകയും ഒക്കെ ചെയ്യുന്നൊരവസ്ഥയൊക്കെ നമ്മൾ കാണാം. ചില പാർട്ടികളിൽ പോയി ലയിക്കുന്ന കാഴ്ച നമ്മൾ കാണാം. അങ്ങനെ പലതും സംഭവിക്കും. പക്ഷേ ലീഗാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുക എന്നുള്ളതാണ്. കാരണം ലീഗ് നിലനിൽക്കുന്നത് ഒരു UDF-ന്റെ ഒരു സൗകര്യങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ്. പക്ഷേ UDF എന്ന സംവിധാനം തകർന്നു പോയാൽ ലീഗിന് പെട്ടെന്ന് CPM-ന്റെ കൂടെ അല്ലെ LDF-ന്റെ കൂടെ പോകാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് നിലവിൽ പറ്റില്ല എന്നുള്ളതാണ്. കാരണം പലപ്പോഴും CPM
ചില ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. നമുക്കറിയാലോ, പണ്ട് MP രാഘവൻ ബദൽ രേഖ അവതരിപ്പിച്ച് തന്നെ മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികളെ ഒരുമിച്ച് നിർത്തി ഞങ്ങളുടെ അധികാരത്തിന് ഒരു സ്ഥിരത ഉണ്ടാക്കണം എന്നുള്ളതായിരുന്നു ബദൽ രേഖ. അധികാരത്തിൽ തുടരാൻ വേണ്ടിയിട്ട് ലീഗിനെ കൂടി കൂട്ടിപ്പിടിക്കുന്നത് തെറ്റില്ല എന്നുള്ള, അതിനെതിരെ വലിയ CPM തന്നെ വലിയ പ്രതിഷേധം ഉണ്ടാവുകയും ഇത് രാഘവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിലേക്ക് വഴിവെക്കുകയും പിന്നീട് CMP ഉണ്ടാവുന്നതൊക്കെ ചരിത്രം അങ്ങനെ വേറെ പോകുന്നുണ്ട്. ആ സമയത്തുള്ളൊരു പാർട്ടിയല്ല, അല്ലെങ്കിൽ ആ സമയത്തുള്ള നേതാക്കന്മാർ, ഇപ്പോൾ VS അച്യുതാനന്ദനെ പോലെ കടുംപിടുത്തക്കാരായ നേതാക്കന്മാർ CPM ഇല്ല എന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ ലീഗിന് LDF വരാൻ കുറച്ചും കൂടി പെട്ടെന്ന് കഴിയുമായിരിക്കും. പക്ഷേ എങ്കിൽ പോലും ലീഗിലും അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് നമുക്കറിയാം. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ പിന്നീട് കേരളത്തിലെ UDF സംവിധാനം തകരുകയും ബി ജെ പി പ്രതീക്ഷിക്കുന്നതിനാൽ കൂടുതൽ വളരെ പെട്ടെന്ന് തന്നെ അവർ 2036 കേരളത്തിൽ അധികാരത്തിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ്. പക്ഷേ അതിന് മുന്നേ തന്നെ BJP ശക്തി പ്രാപിക്കുന്ന ഒരു കാഴ്ചയായിരിക്കും നമ്മൾ കാണുക. വളരെ പെട്ടെന്ന് തന്നെ BJP ഇവിടുത്തെ കേരളത്തിലെ പ്രധാനപ്പെട്ട കക്ഷിയായി മാറും. ഒരുപക്ഷെ അവർ ഈ പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ അധികാരത്തിൽ പോലും എത്തിയാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം കോൺഗ്രസിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ തമ്മിലടി ഉണ്ടാവുകയും കോൺഗ്രസിലെ പല നേതാക്കന്മാരും BJPയിലേക്ക് ചേക്കേറുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കാണേണ്ടി വരും. അതുകൊണ്ട് അത് കേരളത്തിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ ലീഗ് പിന്നീട് LDF ചേക്കേറേണ്ടി വരുന്നൊരു കാഴ്ചയുണ്ട്. കാരണം ന്യൂനപക്ഷങ്ങൾക്ക് ഒരിക്കലും ഇപ്പം ക്രിസ്ത്യൻ വിഭാഗത്തെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് BJP വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന ചില വ്യാജേന അവർ ചില പ്രചരണങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ BJP ഒരിക്കലും ക്രിസ്ത്യൻ വിഭാഗത്തെ ഒരുമിച്ച് കൂട്ടില്ല, അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തെ ഒരുമിച്ച് മൈനോറിറ്റി ഫ്രണ്ട്ലി അല്ലല്ലോ ഫ്രണ്ട്ലി അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും അത് കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ സംവിധാനത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഇത്തവണ UDF അധികാരത്തിൽ വരേണ്ടത് ഈ എല്ലാ വിഭാഗം ആളുകളുടെയും, ഇപ്പം CPMന് ഒരു ടേമിൽ അധികാരത്തിൽ വരാതിരിക്കുന്നതാണ് ചിലപ്പോൾ കുറച്ചുകൂടി ഗുണം ചെയ്യുക. കാരണം ഒരു സമര പാർട്ടി എന്നുള്ള രീതിയിൽ CPMന് കുറച്ച് കൂടി ശക്തിപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ അധികാരത്തിൽ 2 തവണ അധികാരത്തിലിരുന്നു, 3-ാം തവണ അധികാര തുടർച്ച ഉണ്ടായില്ലെങ്കിൽ പോലും CPMനൊന്നും സംഭവിക്കില്ല എന്ന് മാത്രമല്ല CPM സംഘടനാപരമായി ശക്തിപ്പെടാനുള്ള സാധ്യതയാണ്. പക്ഷേ കോൺഗ്രസിന് ഇത്തവണ തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിൽ സംഘടനാപരമായി എല്ലാ രീതിയിലും തകർന്നു പോകും, UDF സംവിധാനം തകർന്നു പോകും, ചെറു പാർട്ടികളൊക്കെ ഇല്ലാതാവുകയൊക്കെ ചെയ്യും. അത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ചിലപ്പോൾ വലിയൊരു ദുരന്തമായി സംഭവിക്കാനാണ് സാധ്യത. കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് കോൺഗ്രസിനെ എന്നും നയിച്ചിട്ടുള്ളത് പക്വതയുള്ള നേതാക്കന്മാരായിരുന്നു, അല്ലെങ്കിൽ കൃത്യമായ നിലപാടുകൾ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളാണ്. പക്ഷെ കഴിഞ്ഞ 5 വർഷമായിട്ട് UDF നയിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ അപക്വമായ ഒരു ഡ്രമാറ്റിക്കൽ ലീഡർഷിപ്പാണ് ഈ UDF നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പല വിഷയങ്ങളെടുക്കുക, അതായത് ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസ് പോകുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം പരിശോധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ജനങ്ങൾക്ക് മുമ്പിൽ കോൺഗ്രസ് എന്താണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ നേരിടുന്ന ഇവിടുത്തെ ജനങ്ങൾ നേരിട്ട പ്രശ്നത്തെക്കുറിച്ച് എന്തെങ്കിലും അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിനോ കോൺഗ്രസിനോ സാധിച്ചിട്ടുണ്ടോ? ഇല്ല, സാധിച്ചിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇന്നലെ തുടങ്ങി കേരള യാത്ര എന്നുള്ളൊരു പോഡ്കാസ്റ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് ചില നിലപാടുകൾ പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നു, അത് തന്നെയാണ്. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നുവെങ്കിൽ, പക്ഷെ അദ്ദേഹം പ്രതിപക്ഷ നേതാവല്ല, അദ്ദേഹം ആ സമയത്ത് അതേ രീതിയിലുള്ള ഒരു പോഡ്കാസ്റ്റുമായിട്ട് രംഗത്ത് വന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന് നേരെ ഈ ഗ്രൂപ്പ് മാനേജർമാരെല്ലാവരും കൂടി കൊടുവാളെടുക്കുമായിരുന്നു. സുധാകരനെ KPCC പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യാൻ സമ്മതിക്കാതിരുന്ന ഒരു വ്യക്തിയാണ് VD സതീശൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ VD സതീശൻ തന്നെയാണ് കോൺഗ്രസ് ഇപ്രാവശ്യം അധികാരത്തിൽ വന്നിട്ടില്ല എങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. കാരണം 100 സീറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ താൻ വനവാസത്തിന് പോകും എന്നൊക്കെ പറയുന്നു VD സതീശൻ. ആ VD സതീശൻ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി ഉപയോഗിച്ചുകൊണ്ട് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ ഉപയോഗിച്ചുകൊണ്ട് ഈ പറഞ്ഞ KC വേണുഗോപാലിനെതിരെയും രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും മറ്റു കോൺഗ്രസ് നേതാക്കന്മാർക്ക് എതിരെയൊക്കെ വളരെ മോശമായ രീതിയിലുള്ള ചില കമൻറ്റുകൾ കൊണ്ടുവരുന്നത്, ചില പോസ്റ്റുകൾ കൊണ്ടുവരുന്നത്, ശരിക്കും ഒരു സൈബർ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയാണോ കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി തീരുമാനിച്ചിട്ടുള്ളത്? അല്ല, ഇതൊക്കെ ശരിയാണ്. പക്ഷേ എങ്കിൽ പോലും ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ച ഒരു നേതാവാണ് VD സതീശൻ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു അടിയന്തര പ്രമേയം നിയമസഭയ്ക്കകത്ത് പാസാക്കിച്ചുകൊണ്ടുവരാൻ വേണ്ടി കേരളത്തിലുണ്ടായ 5 വർഷത്തിനിടയിൽ കേരളത്തിൽ ഭരണപക്ഷത്തു നിന്നുണ്ടായ ചില വീഴ്ചകളെ ചൂണ്ടിക്കാണിക്കുന്നതിനും ഏത് വീഴ്ചയാണ് ചൂണ്ടിക്കാണിച്ചത്? എല്ലാ വീഴ്ചയും ചൂണ്ടിക്കാണിച്ചത് നിരവധിയായ അഴിമതി ഏത് വീഴ്ചയാണ്, ഏത് അഴിമതി ആരോപണങ്ങളാണ് പ്രൂവ് ചെയ്യാൻ പറ്റില്ല? പ്രൂവ് ചെയ്തതെന്ന് പറഞ്ഞാൽ അത് പല രീതിയിൽ രാവിലെ പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിരുന്നിട്ട്
ഞാൻ പറയുന്നില്ല ഒരു വേണ്ടപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ എഴുതി കൊടുക്കുന്ന കത്ത് വായിച്ചിട്ട് പോവുക എന്നുള്ളതല്ല ഒരു പ്രതിപക്ഷ നേതാവിന്റെ ധർമ്മം എന്ന് പറയുന്നത്. പ്രവർത്തകൻ എഴുതി കൊടുക്കുന്ന കത്ത് വായിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ശരിയല്ല. കാരണം അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് അതൊക്കെ തയ്യാറായി കൊടുക്കുക. മുഖ്യമന്ത്രി അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയെ കുറിച്ചല്ലല്ലോ സംസാരിക്കുന്നത്. നമ്മളെ പ്രതിപക്ഷ ഞാൻ പറയട്ടെ, ഇപ്പൊ മുഖ്യമന്ത്രി അങ്ങനെ അല്ലെങ്കിൽ അത് മുഖ്യമന്ത്രി അങ്ങനെ അല്ല എന്ന് പറയണമെന്ന് എല്ലാ കാലത്തും പ്രസ് സെക്രട്ടറിമാരും ഒക്കെ തന്നെ പ്രസ് സെക്രട്ടറി അല്ലല്ലോ അദ്ദേഹത്തിന് എഴുതി കൊടുക്കുന്നത്. അല്ല അതങ്ങനെ നമ്മൾ അറിയാവുന്ന ബോധ്യം ഉള്ളതുകൊണ്ടാണല്ലോ പറയുന്നത്. അത് വെറുതെ നമ്മൾ വെറുതെ അല്ലല്ലോ പറയുന്നത്, ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്. അത് നമ്മൾ ഒരു വ്യക്തിയെ ഫിക്സ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ നമ്മൾക്ക് അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ആകെപ്പാടെ വി ഡി സതീശൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ കയ്യിൽ എല്ലാത്തിനും പദ്ധതികളുണ്ട്, ഞങ്ങളുടെ കയ്യിൽ ഖജനാവ് നിറയ്ക്കാൻ പദ്ധതിയുണ്ട്. എവിടെയാണെന്ന പദ്ധതി? പദ്ധതി നിങ്ങൾ ഒരു അവസരം കൊടുക്കും. അല്ല തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പല്ലേ പറയേണ്ടത്? കൃത്യമായി ഞങ്ങളുടെ പദ്ധതി ഇതാണെന്ന് പറയണ്ടേ? ഒന്നും പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് കൃത്യമായി പദ്ധതി തയ്യാറാക്കിയിട്ട് തന്നെയാണ് ഈ ഇലക്ഷൻ നേരിട്ടത്. ഒരു പദ്ധതിയില്ല ജനങ്ങൾക്ക്. കാരണം ഞാൻ 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുമെന്ന് പറഞ്ഞ വി ഡി സതീശനോട് 72 മണിക്കൂർ കഴിഞ്ഞിട്ടും സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരാത്ത സമയത്ത് പത്രക്കാർ ചോദിച്ചപ്പോഴത്തേക്ക് എന്താണ് പറഞ്ഞത്? നിങ്ങൾക്ക് വേറെ പണിയില്ലേ? നിങ്ങളുടെ ക്രെഡിബിലിറ്റി കളയല്ലേ? ഇതാണ് ഒരു പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷ നേതാവ് കൃത്യമായ ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിർത്തുക, അതൊന്നും ശരിയല്ല. എന്ത് ശരിയല്ല? വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം നന്നായി ആക്ട് ചെയ്ത പ്രതിപക്ഷ നേതാവ്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രയും ഫേക്ക് ആയിട്ടുള്ള, ഇത്രയും ഡ്രമാറ്റിക്കൽ ആയിട്ടുള്ള, ഇത്രയും കഴിവുകെട്ട ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇതിനു മുമ്പ് പ്രതിപക്ഷ നേതാവായിട്ട് രമേശ് ചെന്നിത്തല, അതിനു മുമ്പ് വി എസ് അച്യുതാനന്ദൻ ഇരുന്നിട്ടുണ്ട്, അതിനു മുമ്പ് ഉമ്മൻചാണ്ടി ഇരുന്നിട്ടുണ്ട്, അതിനു മുമ്പ് ശ്രീ കെ കരുണാകരൻ ഇരുന്നിട്ടുണ്ട്, ഇ കെ നായനാർ ഇരുന്നിട്ടുണ്ട്. ഇവരൊക്കെ പ്രതിപക്ഷ നേതാക്കന്മാർ തന്നെയായിരുന്നു. അവരെയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് വി ഡി സതീശൻ എന്ത് പ്രതിപക്ഷ നേതാവ്? അങ്ങനെ നോക്കിക്കഴിഞ്ഞാല് ഇവിടുത്തെ വിലക്കയറ്റത്തിനെതിരെ, ഇവിടുത്തെ അല്ലെങ്കിൽ വന്യമൃഗ ശല്യത്തിനെതിരെ, അല്ലെങ്കിൽ ഇവിടുത്തെ കാർഷിക പ്രശ്നങ്ങൾക്കെതിരെ ഞാൻ പറഞ്ഞത്, ഈ കുട്ടനാട്ടിൽ നെല്ല് റോഡിൽ കടന്ന് എന്ത് അഡ്രസ് ചെയ്തു? കേരളത്തിലുള്ള എല്ലാ വെറുതെ പറയല്ലേ. കാരണം ഒരു തരത്തിലും അദ്ദേഹം പ്രശ്നം ഇപ്പൊ UDF ഇല്ലാതാവുന്നതാണോ അല്ലെങ്കിൽ നമുക്ക് UDF-ലേക്ക് സതീശനാണ് UDF-ന്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് പറയുന്നത്. ഈ അധികാരത്തിൽ വന്നാലോ നിങ്ങൾ അംഗീകരിക്കും? തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, വി ഡി സതീശൻ എന്ന് പറയുന്ന ഒറ്റ വ്യക്തി അധികാരത്തിൽ വരില്ല എന്ന് പറയുന്ന ഒരു റിയാലിറ്റിയാണ് രാജേട്ടാ. അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അത് മെയ് 4-ാം തീയതി അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. 4-ാം തീയതി നമ്മൾ ഞാൻ പറയുന്ന കാര്യത്തിൽ UDF-നെ ഇതേപോലെ ഒരു അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വി ഡി സതീശൻ തന്നെയാണ്. അതിനകത്ത് ഒരു സംശയം വേണ്ട. എന്താ ഈ UDF-നകത്ത് അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് ഈ പാർട്ടി അച്ചടക്കത്തോടുകൂടി നയിക്കാൻ ശേഷിയുള്ള വേറെ ആളുകൾ ഉണ്ടായിരുന്നില്ലേ? KC വേണുഗോപാൽ ഉണ്ടായിരുന്നില്ലേ? കെ മുരളീധരൻ ഉണ്ടായിരുന്നില്ലേ? പ്രതിപക്ഷ നേതാവാണ്. അല്ല, പ്രതിപക്ഷ നേതാവാകാനല്ലെന്ന് ഞാൻ പറയുന്നത്. കേരളത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടോ അതല്ലെങ്കിൽ കോൺഗ്രസിന് വേറെ എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ടായിരുന്നു? കോൺഗ്രസിന് എന്താ ഇപ്പൊ സംഭവിച്ചത്? KC വേണുഗോപാൽ എന്തിനാണ് ഇനി ആട്ടത്തിൽ ഇറങ്ങി വരണം? അതിന്റെ ഒന്നും ആവശ്യമില്ല. KC വേണുഗോപാൽ ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ലെന്നേ. കേരളത്തിലൊക്കെ ഇതേപോലെ അപക്വമായിട്ടുള്ള മോട്ടോർ വാഹനങ്ങൾക്ക് മോഡിഫിക്കേഷൻ നടത്താമെന്നും മറ്റേ തമാശ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാളെ പിടിച്ച് മുഖ്യമന്ത്രി കസേരയല്ല. വി ഡി സതീശൻ വളരെ വ്യക്തതയോടുകൂടി സംസാരിക്കുന്ന ആൾ തന്നെയാണ്. അതിലൊരു സംശയമുണ്ട്. നമുക്ക് അതുവിടാം. വി ഡി സതീശന് വേണ്ടിയിട്ട് ഹാജരായ ഒരു വക്കീലൊന്നുമില്ല ഞാൻ. അതുകൊണ്ട് അതുവിടാം. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം അതല്ല. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇവിടുത്തെ UDF സംവിധാനം തകരാതിരിക്കാൻ വേണ്ടിയും ഇവിടുത്തെ കോൺഗ്രസ് തകരാതിരിക്കാൻ വേണ്ടിയും ജാഗ്രത പുലർത്തേണ്ടത് കേരളീയരായ മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന ഓരോ മലയാളികളുടെയും കടമയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഇവിടെ UDF സംവിധാനം തകർന്നാൽ അല്ലെങ്കിൽ UDF സംവിധാനം തകരുക എന്ന് പറയുന്നത് BJP വളരെ പെട്ടെന്ന് അധികാരത്തിൽ വരിക എന്നുള്ളതാണ്. അതുകൊണ്ട് BJPക്ക് പാതയൊരുക്കലാണ് ഇവിടുത്തെ CPM-ഉം LDF-ഉം ചെയ്യുന്നുണ്ടെങ്കിൽ UDF തകരട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം അതിൻ്റെ തിക്തഫലം എല്ലാവരും അനുഭവിക്കും. കാരണം അത് BJP-യും കോൺഗ്രസ് മാത്രമല്ല, ഭാവിയിൽ തീർച്ചയായും ഇവിടുത്തെ CPM അനുഭവിക്കും എന്നുള്ളത് യാതൊരു സംശയം വേണ്ട. അതുകൊണ്ട് UDF സംവിധാനം തകരാതെ കാത്തു സൂക്ഷിക്കേണ്ടത് കേരളത്തിൻ്റെ പൊതുവായ ആവശ്യമാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം.